ആ വിത്ത് മുളച്ചു, ആ വിത്ത് നല്ല ചെടിയായി വളർന്നു, ആ നല്ല കായ്ഫലം തന്നു. ആർക്കും ഒരു പേരുദോഷവും ഉണ്ടാക്കിയില്ല. നിങ്ങൾ നൽകിയ വിശ്വാസത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ സഖാവ് പ്രേമേന്ദ്രന് കഴിഞ്ഞു. രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ അഹോരാത്രമായി പണിയെടുത്തു. പാർലമെന്റിൽ ശബ്ദമുയർത്തി. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇട്ടപ്പായിൽ കിടന്ന ചരിത്രമേ ഉള്ളൂ. വേറെ തേടി ഞങ്ങൾ പോയിട്ടില്ല. ഐക്യമുന്നണി പ്രസ്ഥാനത്തിലും ഇടതുമുന്നണി പ്രസ്ഥാനത്തിലും ഞങ്ങളുടെ പാർട്ടി നിന്നപ്പോഴും അതേ നിലപാട് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കാർക്കും സംശയമില്ല. CPM-കാർക്കേ സംശയമുള്ളൂ. പ്രസ്ഥാനത്തിന്റെ കരുത്തായി മാറിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാനോ ആ വെല്ലുവിളികളെ നിരാകരിക്കുവാനോ പിണറായി വിജയൻ അടക്കമുള്ള LDF പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങളുടെ മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, UDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ, ഭാവി കേരളം ഉറ്റുനോക്കുന്ന കരുത്തനായ നേതാവിനെ വളരെ സന്തോഷത്തോടും ആദരവോടും കൂടി ഈ സംസാരത്തിനിടയിൽ ഞാൻ സ്വാഗതം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ ചെറിയ വർത്തമാനം അദ്ദേഹം വന്നതുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദനം. ഈ മാസം 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ നേതാവ് ശ്രീ NK പ്രേമചന്ദ്രനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. നമുക്കറിയാം, രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നാളുകൾ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയൊരു ജനവിഭാഗങ്ങൾക്കെല്ലാം മനസ്സിൽ ഉത്കണ്ഠയും ഭീതിയുമാണ്. ഞാൻ പറയുക, അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല. ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ, മതേതരത്വത്തെ ബഹുമാനിക്കുന്നവർ, അവരെല്ലാവരും ഭീതിയിലും ഉത്കണ്ഠയിലുമാണ്. ഈ രാജ്യത്ത് ഫാസിസ്റ്റ് വർഗീയ ഭരണകൂടത്തെ താഴെ ഇറക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ രാജ്യത്ത് ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായി നിശബ്ദമായ ഒരു തരംഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വലിയ മാറ്റമുണ്ടാവും, വിസ്മയങ്ങളുള്ള മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. ഞാൻ ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ലോകം മുഴുവൻ ആദരിച്ചിരുന്ന ഒരു മഹാനായ മനുഷ്യനിരുന്ന കസേരയിലാണ് ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കിയത്, ആ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് ഇതുപോലെ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത വിളമ്പുന്നത്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇയാൾ അതിനു വേണ്ടി ഇയാൾക്ക് പേടിയാണ്, ഭയമാണ്. ജയിലിൽ പോകാനുള്ള പേടിയാണ്, ജയിലിൽ പോകാനുള്ള പേടിയാ. SNC ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ 6 കൊല്ലമായി കിടക്കുന്നു. ഇപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കോഴ കേസിൽ ഇയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്. മാസപ്പടി കേസിൽ BJP വിരട്ടി നിർത്തിയിരിക്കുക. മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 12 സ്ഥാപനങ്ങൾ പൈസ ഇട്ട് കൊടുത്തിരിക്കുക. കണക്ക് പറയണ്ടേ? അപ്പൊ അവര് വിരട്ടി നിർത്തിയിരിക്കുക. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയാണ്. ആ നിപ്പ് കണ്ടില്ലേ, എയർപോർട്ടിൽ പോയിട്ട് കയ്യുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ആ നിപ്പ് എന്നോട് ഭരണകക്ഷി അംഗങ്ങൾ ചോദിച്ചു. അതാ പ്രധാനമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രി പോകണ്ടേ? നമ്മൾ നിർബന്ധമായിട്ട് പോകണം. പ്രധാനമന്ത്രി വരുമ്പോ സ്വീകരിക്കാൻ പോകണം, യാത്ര അയക്കാൻ പോകണം. പക്ഷെ ഈ ഒടുക്കത്തെ നിപ്പ് നിൽക്കുന്നു, പെറ്റ തള്ളാണ്ട സൈക്കിളിൽ ആ നിപ്പ്. അയ്യോ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിണറായി വിജയൻ എപ്പോഴെങ്കിലും അങ്ങനെ നിൽക്കണേണ്ടതില്ല. അല്ലെങ്കിൽ എന്ത് ചൂടാ, ദേഷ്യം. ആ നവകേരള സദസ്സിൽ പോയ എന്തോരം പേരാണ്. ആ മൈക്കുകാരൻ്റെ ഒക്കെ സ്ഥിതി എന്താ? മൈക്കാണെങ്കിൽ എല്ലാ ദിവസവും വഴക്കിടും. ഒരു പാവം പെങ്കൊച്ചു പറഞ്ഞു, നല്ല പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു. എമ്മാതിരി വർത്താനം ഇങ്ങോട്ട് പറയേണ്ടതാണ് ആ കൊച്ചിനോട്. എന്നോട് സാധാരണ മര്യാദയിൽ സംസാരിക്കാൻ ഒരു മീറ്റിംഗിൽ മാത്രം എന്നോട് പറഞ്ഞു എമ്മാതിരി വർത്താനം ഇങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും ഇമ്മാതിരി വർത്താനം ഇങ്ങോട്ട് വേണ്ട. അതോടുകൂടി പിന്നെ വേണ്ടിയിട്ടില്ല, തിരിച്ചു പറഞ്ഞാൽ മതി, ഓക്കെയാണ്, സന്തോഷവും. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പറയുന്നത്. എന്നിട്ട് ആ മുഖ്യമന്ത്രി പോയി വിനീത വിധേയനായി ആ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നത് സത്യം പറഞ്ഞ സഹിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ എന്താ പേടിച്ചിട്ടാണ്, ഭയമാണ്. ഇന്നൊരു വായ കോടാലിയുടെ ഒരു MLA അൻവർ, അവനെ കൊണ്ട് എന്താ അറിയിച്ചിരിക്കുന്നത്?
രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം. ഗാന്ധി കുടുംബത്തിലാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അപമാനിക്കുകയാണ്. ഞാൻ കരുതി ഈ പിണറായി വിജയനെ തള്ളി പറയുന്നു. അയാള് അതിനെ പിന്തുണച്ചു. അപ്പൊ വലിയ സന്തോഷമല്ല മോഡിക്ക്. രാജീവ് ഗാന്ധിയെ പറഞ്ഞു, സോണിയാഗാന്ധിയെ പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ പറഞ്ഞു, എല്ലാവരെയും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാളെ പറ്റി ഞാൻ പറഞ്ഞു കസവ് കെട്ടിയ പേടിത്തൊണ്ടതാണ് ഞാൻ. അതിന്റെ കസവ് കെട്ടിയ പേടിത്തൊണ്ട വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷെ കുടുക്കത്തെ പേടിയാണ്. ഇയാളെ പോലെ ഒരു ബീരുവിനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വർത്തമാനങ്ങൾ പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയെ ഇതുപോലെ അപമാനിക്കുക, കോൺഗ്രസിനെ അപമാനിക്കുക, BJPയെ സന്തോഷിപ്പിക്കുക. കേരളത്തിന്റെ സ്ഥിതി എന്താ സ്ഥിതി? 3-4 സ്ഥാനാർത്ഥികളുണ്ട് LDF-ൽ. നമ്മുടെ സഹപ്രവർത്തകരൊക്കെ നമ്മുടെ MLA-മാരായിരുന്നവരാ എന്നോട് പറഞ്ഞു ഇറങ്ങാൻ പറ്റുള്ള പുറത്തുള്ള. ഞങ്ങൾ ഭയങ്കര ചൂടല്ലേ. അതല്ലേ ചൂടല്ല പ്രശ്നം. ഈ ആളുകളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ കാണുമ്പോൾ, ഒട്ടനെ കാണുമ്പോൾ തന്നെ ചോദിക്കും എവിടെയോ പെൻഷൻ. 55 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിട്ട് 7 മാസമായി. ആർക്കൊക്കെ? അഗതികൾക്ക്, വിധവകൾക്ക്, ഭിന്നശേഷിക്കാർക്ക്, വാർദ്ധക്യം ബാധിച്ചവർ. ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തില്ല. ഇത് കിട്ടിയിട്ട് വേണം മരുന്ന് കഴിക്കാൻ, അല്ലേ? അങ്ങനെയുള്ളവരുണ്ട്. 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുണ്ട്. 1 കോടി പാവങ്ങൾക്ക് പെൻഷൻ 7 മാസമായി കൊടുക്കാതെയാണ് ഇയാളെ മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുന്നില്ല. ഈ മന്ത്രിമാർ നടക്കുന്നത്. എന്നിട്ട് നവകേരള സഭ കേരളത്തെ നശിപ്പിച്ചിട്ടാണ്. ആശുപത്രിയിൽ മരുന്നുണ്ടോ? മരുന്ന് കമ്പനികൾക്ക് കോടികൾ കൊടുക്കാനുണ്ട്. കാരുണ്യ കാർഡ് ആശുപത്രിയിൽ മേടിക്കോ? ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് 1500 കോടിയാണ്. ഇവിടെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 16,000 കോടിയാണ്. പെൻഷൻകാരുണ്ടാവുമല്ലോ ഇവിടെ. പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൂടി കൊടുക്കാനുള്ളത് 40,000 കോടിയാണ്. സ്കൂള് പൂട്ടിയത് ഭാഗ്യം. 5-6 മാസമായി ഉച്ചക്കഞ്ഞിയുടെ കാശ് കൊടുക്കുന്നത് HM-ന്റെ പോക്കറ്റിൽ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഭവനങ്ങളിലായിരിക്കണം. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഈ സമ്മേളനം വിജയിപ്പിച്ച എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു.